നിങ്ങൾക്കിത് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല, ഞാൻ ഫ്യൂച്ചർ ഗെയിംസിൻ്റെ ഗ്രാഫിക്സിനെ കുറിച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്ത ഗെയിമാണ് ഗ്രേ സോൺ വാർഫെയർ. ഈ ഒരു ഗെയിം ഞാൻ ആ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യാനുള്ളതിൻ്റെ മെയിൻ റീസൺ ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് തന്നെയാണ്. യെസ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതും അതുപോലെ കളിച്ചിട്ടുള്ളതുമായിട്ടുള്ള മിക്ക ജംഗിൾ ബേസ്ഡ് ഗെയിംസിലുള്ള കാർഡിനേക്കാൾ എത്രയോ ഡെൻസ് ആണ് ഈ ഒരു ഗെയിമിൻ്റെ ട്രെയിലറിൽ ഇവർ കാണിച്ചിട്ടുള്ള ജംഗിൾ ഏരിയ. പക്ഷേ ഈ ഒരു ഗെയിം ആ ഒരു ടൈമിൽ റിലീസ് ആയിരുന്നില്ല. നമ്മൾ അന്ന് കണ്ടത് വെറും ട്രെയിലറാണ്. ഗെസ് വാട്ട്, ഈ ഒരു ഗെയിം റീസെൻ്റ്ലി റിലീസായി ആൻഡ് ഗെയിം ലുക്ക് സ്റ്റണ്ണിങ്. നമ്മൾ ഈ ഗെയിമിൻ്റെ ട്രെയിലറിൽ എന്താണോ കണ്ടത് അത് തന്നെയാണ് ഈ ഗെയിമിലുള്ളത്. ഒരു പരിധി വരെ ഫോട്ടോ റിയലിസ്റ്റിക് എന്ന് വിളിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ഗെയിമിലെ മിക്ക ഏരിയാസും. ബട്ട് ദർ ഈസ് എ സ്മോൾ പ്രോബ്ലം. ആ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ദ ഗെയിം സക്സ്. യെസ്, നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ള അതേപോലെ തന്നെയാണ് ഈ ഗെയിമിൻ്റെ വിഷ്വൽസ്. പക്ഷേ ആ ടൈമിൽ പോലും കുറേ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്തൊരു കാര്യമുണ്ട്, ഈ ഗെയിമിൻ്റെ ഗെയിം പ്ലേ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഗെയിമിൻ്റെ ഗെയിം പ്ലേ ഒരു പരിധി വരെ വെരി ബോറിംഗ് ആണ്. കാരണം ഒന്ന്, ഇത് വളരെ സ്ലോ ആണ്. യെസ്, നിങ്ങൾ കുറേ സമയമെടുത്ത് കളിക്കേണ്ട ഗെയിമാണ്. പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഗെയിം ഡിസൈൻ അല്ല ഈ ഗെയിമിൻ്റെത്. ഇത് മാത്രമല്ല, ഈ ഗെയിമിൽ ഗൺ പ്ലേ നോക്കുകയാണെങ്കിലും അതുപോലെ പല ആനിമേഷൻസ് നോക്കുകയാണെങ്കിലും ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ്. ഈ ഒരു ഗെയിം നമ്മുടെ എസ്കേപ്പ് ഫ്രം ടാർക്കോ എന്ന് പറഞ്ഞ ഗെയിം ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണുള്ളത് ഉറപ്പാണ്. പക്ഷേ ആ ഗെയിമിലുള്ളത് പോലെയല്ല ഗൺ മെക്കാനിക്സ് നോക്കുകയാണെങ്കിലും ഓവറോൾ ഗെയിം പ്ലേ നോക്കുകയാണെങ്കിലും ഇറ്റ്സ് കൈൻഡ് ഓഫ് വീക്ക്. ഇതിലൊക്കെ പുറമെ ഈ ഗെയിം ഇപ്പോൾ തന്നെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല ഗ്രാഫിക്സ് കാർഡും നല്ല പ്രോസസ്സറും കുറേ റാമും SSD ഒക്കെ ഉള്ള നല്ലൊരു സിസ്റ്റം വേണം. കാരണം ദ ഗെയിംസ് ഓപ്റ്റിമൈസേഷൻ ഈസ് റിയലി ബാഡ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വേറെ ഏതെങ്കിലും ഗെയിമിനെ കുറിച്ചാണെങ്കിൽ നിങ്ങളും ഞാനും മിക്കവാറും, പക്ഷേ ഈ കേസിൽ അതിന് ചാൻസ് ഇല്ല. ഈ ഒരു ന്യൂസ് നിങ്ങൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഷോക്കിംഗ് ന്യൂസ് ആയിരിക്കും. ബട്ട് ഫോർ മീ പേഴ്സണലി ഇറ്റ് വാസൻറ്റ്. റീസെൻ്റ്ലി കിട്ടിയിട്ടുള്ള ഇൻറ്റേർണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ലീക്ക് പ്രകാരം നമ്മുടെ Ubisoft അവരുടെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സീരീസ് ആയ വാച്ച് ഡോഗ്സ് സീരീസ് ഇതോടെ നിർത്തുന്നു. ഇങ്ങനൊരു തീരുമാനം Ubisoft എടുക്കാനുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് റിലീസ് ആയിട്ടുള്ള നമ്മുടെ വാച്ച് ഡോഗ് ലീജിയൻസ് എന്ന് പറഞ്ഞ ഗെയിം ഇതിന് മുൻപ് റിലീസ് ആയിട്ടുള്ള വാച്ച് ഡോഗ് 2 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും 1 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും സെയിൽസ് വൈസ് നോട്ട് സക്സസ്ഫുൾ. ഇത് മാത്രമല്ല, നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് Ubisoft മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഗെയിംസിൻ്റെ ക്വാളിറ്റിക്കല്ല ക്വാണ്ടിറ്റിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അസാസിൻ ക്രീഡ് സീരീസ് എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഫാർ ക്രൈ സീരീസ് എടുത്ത് നോക്കിയാലും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ കുറേയധികം ഗെയിംസ് റിലീസ് ചെയ്യാറുണ്ട്. ഈ ഒരു റീസൺ കൊണ്ട് തന്നെ Ubisoftൻ്റെ മിക്ക ഗെയിംസും അണ്ടർ കുക്ക്ഡ് ആണ് അല്ലെങ്കിൽ പ്രോപ്പർലി പാചകം ചെയ്യാത്ത. എനിവേ, ഈ ഒരു സീരീസ് കംപ്ലീറ്റ്ലി ഡെഡ് അല്ല. കാരണം Ubisoftന് ഫ്യൂച്ചറിൽ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സീരീസിൽ പുതിയ ഗെയിം ഡെവലപ്പും ചെയ്യാം അതുപോലെ റിലീസും ചെയ്യാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ റിലീസ് ചെയ്യാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പൺ വേൾഡ് ഗെയിം ഏതാണെന്ന് ചോദിച്ചാൽ, പക്ഷേ GTA എന്ന് പറഞ്ഞ ഓപ്പൺ വേൾഡ് ഗെയിം സീരീസിന് മാത്രമല്ല ഇങ്ങനെ ഒരു സ്ട്രോങ് ഫാൻ ഫോളോയിങ് ഉള്ളത്. ദർ ഈസ് വൺ മോർ ഗെയിം. നിങ്ങൾ മാഫിയ സീരീസിലെ ഒരു ഗെയിമും ഇതുവരെ കളിച്ചിട്ടില്ലെങ്കിൽ മിക്കവാറും വിചാരിക്കുന്നുണ്ട് ഈ പൊട്ടനെന്ത് തയ്യും പറയുക. മറിച്ച് നിങ്ങൾ മാഫിയ സീരീസിൽ ഏതെങ്കിലും ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ പറഞ്ഞ കാര്യമായിട്ട് എഗ്രി ചെയ്യാണ്ടാവും. എന്തായാലും നിങ്ങൾ എഗ്രി ചെയ്താലും ഇല്ലെങ്കിലും റീസെൻ്റ്ലി കിട്ടിയിട്ടുള്ള ലീക്ക് പ്രകാരം നമ്മുടെ Take-Two Interactive പുതിയൊരു മാഫിയ ഗെയിമിൻ്റെ അനൗൺസ്മെൻറ്റ് ഈ അടുത്ത് നടത്താനുള്ള ചാൻസ് ഉണ്ട്. വിച്ച് മീൻസ് നമുക്കൊരു ടീസറോ ട്രെയിലറോ കിട്ടും. ഇങ്ങനെ മാഫിയ സീരീസിലോട്ടൊരു പുതിയ ഗെയിം വരുന്നു എന്നുള്ള റൂമർ കുറേ കാലമായിട്ടുണ്ട്. കാരണം ലാസ്റ്റ് റിലീസായ മാഫിയ ഗെയിം 2016 റിലീസായത്, വിച്ച് ഈസ് മാഫിയ 3. ഇപ്പോൾ നിങ്ങൾ കുറേ പേര് പറയും അപ്പോൾ മാഫിയ ഡെഫിനിറ്റീവ് എഡിഷനോ? മാഫിയ ഡെഫിനിറ്റീവ് എഡിഷൻ ഒരു റീമേക്കാണ്. യെസ്, ആ ഗെയിം റിലീസായത് 2020 പക്ഷേ അത് മാഫിയ 1 എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ റീമേക്കാണ്. സോ ടെക്നിക്കലി ഇറ്റ്സ് നോട്ട് എ ന്യൂ ഗെയിം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഗെയിമിൻ്റെ റിലീസ് ഈ അടുത്തൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അത് 2024 ആണെങ്കിലും 25 ആണെങ്കിലും ഈവൻ 26 ആണെങ്കിലും. കാരണം ഇതൊരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ഇതിൻ്റെ കോമ്പറ്റീഷൻ GTA ആണ്. കാരണം GTAയും ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. സോ GTA 6 കമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പൺ വേൾഡ് ഗെയിമും എൻ്റെ അറിവിൽ ഇപ്പോൾ ഇല്ല. അത് മാഫിയ സീരീസ് ആണെങ്കിലും സെയിൻസ് സീരീസ് ആണെങ്കിലും. അതുമാത്രമല്ല, Take-Two Interactive തന്നെയാണ് നമ്മുടെ റോക്സ്റ്റാർ ഗെയിംസിൻ്റെ പാരൻറ്റ് കമ്പനി. സോ അവരുടെ തന്നെ ഗെയിമാണ് GTA 6ഉം മാഫിയയും. അങ്ങനെ വരുമ്പോൾ അടുപ്പിച്ച് ഈ 2 ഗെയിംസ് റിലീസ് ആവാൻ ചാൻസ് ഇല്ല. സോ മാഫിയ 4ൻ്റെ റിലീസ് പ്രോബബിളി മേ ബി 2026 ആവാം.
or 27. By now നമ്മൾ മിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗോസ്റ്റ് ഓഫ് സുഷിമ എന്ന് പറഞ്ഞ ഗെയിം PC-ലോട്ട് വരികയാണ്. ഇന്ന് റിലീസ് ഡേറ്റ് ഈ മാസം, അതായത് 2024 മെയ് 16 ഈ ഗെയിമിൻ്റെ ഒഫീഷ്യൽ PC റിക്വയർമെൻറ്റ്സ് ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിങ്ങളുടെ കയ്യിൽ PC ഒക്കെ ആണെങ്കിൽ പ്രോബബ്ലി നിങ്ങൾക്ക് 4K ഗെയിം കളിക്കാൻ പറ്റും. എന്തായാലും നമ്മൾ ഇവിടെ നോക്കുന്നത് ഈ ഗെയിം കളിക്കാൻ വേണ്ട ഏറ്റവും ബേസിക് ഹാർഡ്വെയർ ഏതാണെന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഈ ഗെയിം റൺ ചെയ്യാൻ വേണ്ട മിനിമം റിക്വയർമെൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് ഒന്നുകിൽ NVIDIAയുടെ GTX 960 എന്ന ഗ്രാഫിക്സ് കാർഡ് വേണം, അല്ല ഇനി AMD സൈഡ് നോക്കുകയാണെങ്കിൽ RX 5500 XT. പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ നമ്മുടെ i3 7th ജെനിൽ വരുന്ന പ്രോസസ്സറാണ്. AMD നോക്കുകയാണെങ്കിൽ AMDയുടെ Ryzen സീരീസിലെ ഫസ്റ്റ് ജെൻ പ്രോസസ്സർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിം റൺ ചെയ്യാം. ഇനി റാം സൈഡ് നോക്കുകയാണെങ്കിൽ 8GB ആണ് ഇവർ ചോദിക്കുന്നത്. ഇനി സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 75GB SSD. ഇതിൽ എന്തെങ്കിലും സർപ്രൈസ് ആവാനോ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനോ ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എന്തായാലും 4 വർഷം മുൻപാണ് ഈ ഒരു ഗെയിം നമ്മുടെ പ്ലേ സ്റ്റേഷൻ റിലീസ് ആയത്. പിന്നെ PC-ലോട്ട് വരുമ്പോൾ ഓബ്വിയസ്ലി ഗ്രാഫിക്സ് കൂടും, അതിനനുസരിച്ച് ഇവർ ചോദിക്കുന്ന ഹാർഡ്വെയറിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് ആണെങ്കിലും അതും കൂടും. ബട്ട് ഈ റിക്വയർമെൻറ്റ്സ് ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എനിത്തിങ് ടു കംപ്ലെയിൻ. ഇതിനു പുറമെ കുറേ റൂമേഴ്സ് ഉണ്ട്, പക്ഷേ ആ റൂമേഴ്സ് കവർ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ലെങ്ത്തും കൂടും ആൻഡ് വീഡിയോ ഗെറ്റ്സ് ബോറിങ്. പിന്നെ അതുമാത്രമല്ല, ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ഇനി വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, ബട്ട് ഐ ഡിസൈഡഡ് ടു കം ബാക്ക്. ഹോപ്പ്ഫുള്ളി അഗെയിൻ കൺസിസ്റ്റൻ്റ്ലി വീഡിയോ ചെയ്യാമെന്നാണ് ആഗ്രഹം. ഹോപ്പ്ഫുള്ളി ഇനി എന്തെങ്കിലും വീഡിയോ സജഷൻസോ അല്ലെങ്കിൽ ടോപ്പിക് റെക്കമെൻഡേഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ എന്താണ് ഇന്നത്തെ വീഡിയോ എത്രയെങ്കിലും ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. If you did, give it a big thumbs up and I will catch you guys on my next video. Till then, goodbye and peace.